ഡൽഹിയിലും പരിസരങ്ങളിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലും സീരിയൽ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന കാലം. തീവ്രവാദികളുടെ ശല്യം അതിഭയങ്കരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നത്. അന്നാണ് ഞങ്ങൾ കുറച്ച് പേര് ബാബ അമർനാഥ് യാത്രയ്ക്ക് പോകുന്നത്. ഈ അമർനാഥ് അമ്പലമുള്ളത് ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലാണ്. ഞങ്ങളൊരു 15 പേര് ബസ്സാണ്, ചെറിയൊരു ബസ്സെടുത്ത് നേരിട്ട് അമർനാഥ് അമ്പലത്തിലേക്ക് പോകാൻ ഡൽഹിയിൽ നിന്നും രാത്രി പുറപ്പെട്ടു. പോകുന്ന സമയത്ത് വേണ്ടോളം ഭീഷണികളുണ്ടായിരുന്നു. സമയം ശരിയല്ല, ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവും, പാകിസ്ഥാൻ്റെയും ചൈനയുടെയും അറ്റാക്കുള്ള സ്ഥലമാണത്. അപ്പോൾ അങ്ങനെ കുറേ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് യുവത്തല്ലേ, അന്ന് വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കാണട്ടെ. മാത്രമല്ല, അക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യയുടെ ഉള്ളിലൊരു സംഘം അവിടെ എത്തുക എന്നുള്ളത് വളരെ നല്ലതല്ലേ. അവിടെയുള്ളവർക്കെല്ലാം ഒരു ധൈര്യം മറ്റുള്ളവർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പോക്ക്. സത്യത്തിൽ ഈ പോക്ക് ബാബ അമർനാഥ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണോ അതോ അതിഭയങ്കരമായ ഭക്തി മൂലമാണോ അതോ രാജ്യസ്നേഹമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം എല്ലാം കൂടി ഒത്തൊരുമിച്ചുള്ളൊരു യാത്രയാണ് ഈ ബാബ അമർനാഥ് യാത്ര. 15 പേരായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും പോകുന്ന സമയമാകുമ്പോഴേക്കും 22 ആളുകളായി. കുറച്ചാളുകൾ കൂടി. അതിൽ കുറച്ച് പേര് ബജരംഗ് ദളിൻ്റെ ആൾക്കാരായിരുന്നു. ഭയങ്കരന്മാരാണ് അവർ. അതായത് എന്തു വന്നാലും നേരിടാം എന്നുള്ളതാണ്. മുന്നിലേക്കും പിന്നിലേക്കും ചിന്തയൊന്നുമില്ല അവർക്ക്. എന്തെങ്കിലും തെറ്റായി കണ്ടു കഴിഞ്ഞാൽ അവരെ നേരിടാം എന്നുള്ളതാണ് കുറച്ച് പേര് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ബ്ലാഡ്ജും ബാനറും ബസ്സിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ബജരംഗ് ദളിൻ്റെ. അങ്ങനെയാണ് ബാബ അമർനാഥ് യാത്രയ്ക്ക് പോകുന്നത്. ഞങ്ങൾ യാത്ര ചെയ്ത് പൂഞ്ച് ജില്ലയിലെത്തി. പോകുന്ന സമയത്ത് വഴിയോരങ്ങളിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ പല ഭാഗങ്ങളിലും ലങ്കറുകളുണ്ട്. ഫ്രീ ഭക്ഷണമാണ് എല്ലാ വഴികളിലും. എല്ലാ ഗുരുദ്വാരകളിലും ഞങ്ങൾക്ക് ഭക്ഷണമുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ടെൻറ്റുകൾ കെട്ടിയിട്ട് ഇങ്ങനെ കാശ്മീരിലേക്കും ജമ്മുവിലേക്കും അതുപോലെ തന്നെ ഈ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന വേണ്ടോളം ശാലകളുണ്ട്. അവിടെ പോവുക, ഭക്ഷണം കഴിക്കുക, വളരെ സ്നേഹമായിട്ട് ഭക്ഷണം വിളമ്പി തരും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൂഞ്ച് ജില്ലയിലെത്തി. പൂഞ്ച് ജില്ലയിൽ നിന്നും രജോരിയിലെത്തി. രജോരിയിലെത്തിയ സമയത്ത് മിലിട്ടറിക്കാർ ഞങ്ങൾക്ക് പിന്നിലും മുന്നിലും അകമ്പടിയായിട്ടുണ്ടായിരുന്നു. മിലിട്ടറി വണ്ടി രജോരിയിൽ എത്തുന്ന ജമ്മു കഴിഞ്ഞതും ഞങ്ങൾക്ക് മിലിട്ടറി വണ്ടി 2 ഭാഗത്തും, ബാക്കിലും മുമ്പിലും, ഞങ്ങളുടെ ബസ്സിന് മുമ്പിലും ബാക്കിലും മിലിട്ടറിക്കാരുടെ വണ്ടി ഉണ്ടായിരുന്നു. കാരണം അത്രയും വളരെയധികം സെൻസിറ്റീവായിരുന്നു ആ സമയത്ത് ആ ഭാഗങ്ങൾ. അങ്ങനെ ഞങ്ങൾ രജോരിയിലെത്തി. അവിടെ മിലിട്ടറിക്കാരുണ്ട്, പട്ടാളക്കാർക്ക് വലിയ സന്തോഷമായി. നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിരിക്കുകയാണ്. അവർ സിവിലിയൻ ലൈഫ്, അവർക്ക് വർഷത്തിൽ വല്ലപ്പോഴും ലീവ് കിട്ടുന്ന സമയത്താണ് അവർ നാട് കാണുന്നുള്ളൂ. സിവിലിയൻസിനെ അപ്പോഴേ കാണുന്നുള്ളൂ. നാട്ടിലെ ആൾക്കാരുടെ സ്നേഹം അവർക്ക്, ഈ മിലിട്ടറിക്കാർക്ക് വലിയ കാര്യമാണ്. നാട്ടിലെ മനുഷ്യരുടെ സ്നേഹം എന്ന് പറഞ്ഞാണെങ്കിൽ അവരെന്ത് വേണം ചെയ്യും. കാരണം അങ്ങനെ അവർ റഫ് ആൻഡ് ടഫായിട്ടാണ് ഈ മലപ്രദേശങ്ങളിൽ ജീവിക്കുന്നത് പട്ടാളക്കാർ. അപ്പോൾ അവർക്ക് ശരിക്കും നാട്ടുകാരെ വളരെയധികം ഇഷ്ടമാണ്, വളരെ സ്നേഹമാണ്. അവർ പെട്ടെന്ന് ഈ കർക്കശ ബുദ്ധിയും അല്ലെങ്കിൽ ഒന്ന് ഗൗരവമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇവന്മാരെന്താ ഇങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ മൃദുലാണ് അവരുടെ മനസ്സ്, പട്ടാളക്കാരുടെ. ഈ പട്ടാളക്കാർ ശരിക്ക് നാട്ടിലെ ആളുകളെ ഞങ്ങളെ കണ്ട സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി കൊമ്പ് വിളിക്കാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും തുടങ്ങി എന്നുള്ളതാണ്. രജോരിയിലെത്തിയപ്പോൾ രജോരിയിൽ ഞങ്ങൾക്ക് അവർ വലിയൊരു മിലിട്ടറിയുടെ വകയായിട്ടാണ് വലിയൊരു ഭക്ഷണത്തിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിരുന്നു. അവിടെ ഗാനമേളയുണ്ടായി, അവരുടെ പാട്ടുപാടിയവർ. അങ്ങനെ അവർ കുറച്ച് ആൾക്കാർ ഡാൻസ് ചെയ്തു, ഞങ്ങൾ അവരോടൊപ്പം ചേർന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി. ഒരു ഭാഗത്ത് ചൈനയുടെ ബോർഡറും മറുഭാഗത്ത് പാകിസ്ഥാൻ്റെ ബോർഡറുമാണ്. പാകിസ്ഥാൻ്റെ ബോർഡർ ഒരു ഗുരുദ്വാരയുണ്ട് അവിടെ. ആ ഗുരുദ്വാരയുടെ അപ്പുറത്ത് പാകിസ്ഥാനും ഇപ്പുറത്ത് ഇന്ത്യയാണ്. അങ്ങനെയാണ് ആ സ്ഥലം. അപ്പോൾ ഗുരുദ്വാരയുടെ ആ ഭാഗത്ത് എത്തിയ സമയത്ത് മിലിട്ടറിക്കാർ പറഞ്ഞു, സർ ഇവിടെ ഒരു വലിയൊരു മൈതാനമുണ്ട്, ഒരു റൗണ്ട് ടൈപ്പിലൊരു മൈതാനമുണ്ട്. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾ ഈ മൈതാനത്തിൽ ഇത്രയും സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, കാട് കാണാൻ പോവുകയാണ്, ആപ്പിൾ പറിക്കാൻ പോവുകയാണ്, ആപ്പിൾ തോട്ടങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്, ആപ്പിൾ പറിക്കാൻ പോവുകയാണ്, വേറെ എന്തെങ്കിലും നിങ്ങൾ കാട് കാണാൻ പോവുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
പാകിസ്ഥാനിൽ നിന്നും ഏത് സമയത്താണ് ഷെല്ലിങ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ആ മസ്ജിദ് ഉണ്ട്, അവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, ഗുരുദ്വാരയുടെ മീതെ കൂടെയാണ് ഷെൽ വരിക. ഷെൽ വന്ന് ഇന്ത്യയിലേക്ക് വീഴുന്നത്. അത് എപ്പോൾ വരും എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സെൻസിറ്റീവ് ടൈമിലാണ് ഞങ്ങളത് പോയത്. അപ്പോൾ ഇവിടെ ഞങ്ങളെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മിലിറ്ററിക്കാർ ഇട്ടതിന് ശേഷം, സർക്കിൾ എന്ന് പറഞ്ഞാൽ വേലികളൊന്നുമില്ല കേട്ടോ, വേലികളൊന്നുമില്ല, ഒരു ഗ്രൗണ്ട്, റൗണ്ട് വട്ടത്തിലൊരു ഗ്രൗണ്ട്, അതിൻ്റെ പുറത്ത് പോരുന്നേ അവർ നിഷ്കർഷിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് പോയാൽ നിങ്ങൾക്ക് അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഉദ്ദേശിച്ചു. മാത്രമല്ല അവിടെയുള്ള ആൾക്കാരെല്ലാം വളരെയധികം മനുഷ്യർ നമ്മളോടുള്ള ഭയങ്കര നല്ല സ്നേഹത്തിലാണ്. അവിടെ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, നാട്ടിലെ ആൾക്കാരെല്ലാം. അവർക്കെല്ലാം നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു അതിഭയങ്കരമായ സ്നേഹം. എന്തൊരു സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ വീട്ടിലും നാട്ടിലും കിട്ടാത്ത അത്രയും വലിയ സ്നേഹമാണ് ആ ഭാഗങ്ങൾ കണ്ടത്. കാരണം വളരെയധികം സെൻസിറ്റീവ് പ്ലേസാണ്, എപ്പോൾ വേണമെങ്കിൽ അപകടം വരാമെന്ന് പറഞ്ഞ സ്ഥലമാണ്, ആൾക്കാർ ഭയന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മനുഷ്യനെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. പിന്നെ മറ്റൊന്ന്, ഈ രജോരിയിൽ ഞങ്ങളെ അവിടെ മിലിറ്ററിക്കാർ പറഞ്ഞു, ഇനി ഇതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഏകദേശം നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, നമ്മൾ കാടും മലകളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുക അവിടെ ഒരു ബന്ധനം വരികയാണ്. ഈ ബന്ധനം വന്ന സമയത്ത് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പോഴും ഭാരതം സ്വതന്ത്രമായിട്ടില്ല. ഭാരതത്തിൻ്റെ പല ഭാഗങ്ങൾ, ഇനിയും പല ഭാഗങ്ങളും ഭാരതത്തിൻ്റെ സ്വതന്ത്രമാവാൻ കിടക്കുന്നേ ഉള്ളൂ. അവിടെയെല്ലാം ഇത്രയും കർശനമായിട്ടും ഇത്രയും കർക്കശമായിട്ടും ഇത്രയും പേടിച്ചുകൊണ്ടും നമ്മൾക്ക് ജീവിക്കേണ്ട ഒരു അവസരം ഭാരതത്തിൻ്റെ ഒരറ്റത്തുണ്ടെങ്കിൽ നമ്മളിനി സ്വതന്ത്രരായിട്ടില്ല എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അങ്ങനെയുള്ളൊരു കാലം ഇന്ത്യയിലുണ്ടായിരുന്നു. വർഷങ്ങളോളം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയിൽ, അതായത് വർഷങ്ങളോളം ഇവർ ഭരിച്ച ഇന്ത്യയാണ്. നെഹ്റുവും ഇവരെല്ലാം ഭയങ്കരമായിട്ടും, നെഹ്റു, ഇന്ദിരാഗാന്ധി ഇവരെല്ലാം ഭരിച്ച ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഭാരതത്തിലാണ് രജോരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും അതിഭീകരമായൊരവസ്ഥ ആ സമയത്തുണ്ടായിരുന്നത്. അവിടെയാണ് ഞങ്ങൾ മിലിറ്ററിക്കാരുടെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് മുന്നിലും പിന്നിലും മിലിറ്ററി വണ്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാബ അമർനാഥ് അമ്പലത്തിൽ പോയി അവിടെ ദർശനം നടത്തി. അവിടെ മുഴുവൻ സാധനങ്ങൾ വിൽക്കാൻ നിൽക്കുന്ന ആൾ, അമ്പലത്തിലേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനവും വിൽക്കുന്ന വെണ്ടറുകളെല്ലാം, ചെറിയ കടകളെല്ലാം എല്ലാം മുസ്ലിംസിൻ്റെ ആയിരുന്നു. മൊത്തം മുസ്ലിംസിൻ്റെ കടകളാണ്. എന്ന് പറഞ്ഞാൽ അവർക്കും നമ്മളോട് വളരെയധികം സ്നേഹമാണ്. വളരെ സ്നേഹിച്ചുകൊണ്ടാണ് അവർ വർത്തമാനം പറയണത്. വെള്ളം കുടിക്കാൻ തരുന്നുണ്ട്. കടക്കാർ പറയുകയാണ്, സാർ വെള്ളം പാനി പീക്കേ ജാവോ. കാരണം മുസ്ലിംസാണ്, അത്രയും സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് പെരുമാറുന്നത്. ആ ഭാഗങ്ങളിൽ വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്നൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ശരിക്ക് പോയി കാണേണ്ടത് ഇന്ത്യയുടെ ബോർഡർ ഏരിയകളായിരുന്നു ആ കാലങ്ങളിൽ. ഇന്ന് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് പേടിയില്ലാതെ കണ്ട് ജമ്മുവിലും കാശ്മീരിലും എല്ലാ ഭാഗത്തും പോകുന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞു. പക്ഷേ ഞങ്ങളന്ന് പോകുന്ന സമയത്ത് അതിഭയങ്കരമായി പേടിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു. കാരണം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാം അന്ന് ധൈര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യുവാക്കളാണ്, വരുന്നിടത്ത് കാണാമെന്നുള്ളൊരു രക്തത്തിളപ്പുണ്ട് ആ സമയത്ത്, എന്തായാലും നേരിടാന്നുള്ളത്. മാത്രമല്ല ഭാരതം ഇത്രയും സ്വതന്ത്രമായ സ്ഥിതിക്ക് ഇനി നമ്മൾ പേടിച്ച് ജീവിക്കണോ? അങ്ങനെയാണെങ്കിൽ ഭാരതത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതേസമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ മിലിറ്ററിക്കാർ നമ്മളെ സംരക്ഷിക്കും നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ നമ്മുടെ മിലിറ്ററിക്കാർ നമ്മളുടെ ആൾക്കാരാണല്ലോ, നമ്മളെ ഇവിടെ നിന്ന് പോയ ആളുകളാണല്ലോ അവിടെ സേവനം അനുഷ്ഠിക്കുന്ന മിലിറ്ററിക്കാർ. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകൾ അവിടേക്ക് പോകുന്ന സമയത്ത് മിലിറ്ററിക്കാർക്ക് കൂടെ ഒരു ആത്മധൈര്യമാണ് കൊടുക്കുന്നത്. ശരി, സിവിലിയൻസ് ഇവിടെ വരുന്നുണ്ട്, കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട്, ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആളുണ്ടെന്ന് അവർക്ക് തോന്നുകയാണ്. കാരണം അത് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ലഡാക്കാണ്, പൂഞ്ചിൻ്റെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ അതിഭയങ്കര ശൈത്യമുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ശരിക്ക് ഈ മിലിറ്ററിയിലെ ലഡാക്കിലെല്ലാം ഒരിക്കലും ട്രെയിനിങ് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് അതുകൂടെ പുറത്ത് വരുന്ന പറയുക. കാരണം അത്രയും അതിഭയങ്കര ഏരിയയാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്, ആ തണുപ്പ് കാലങ്ങളിലെല്ലാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഭാരതത്തിന് വേണ്ടിയിട്ടും നമ്മൾക്ക് വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്ന മിലിറ്ററിക്കാർ, പട്ടാളക്കാർ, അവരുടെ കൂടെ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ കിട്ടിയ ഒരു നല്ലൊരു മുഹൂർത്തം. അത് വളരെയധികം ഭാഗ്യകരമായൊരു മുഹൂർത്തം. ഇത്രയും ഭാഗ്യമൊന്നും ലൈഫിൽ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. വളരെ സ്നേഹത്തോടു കൂടി അവരുടെ ഇതിൻ്റെ ഉള്ളിൽ, അവരുടെ വട്ടത്തിനുള്ളിൽ അവരോട് കൂടി ചേർന്ന് താമസിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം തോന്നുന്നു. നന്ദി, നമസ്കാരം. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.